എനിക്ക് യൂട്യൂബ് നോക്കി ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ കപ്പാസിറ്റർ എന്താ, റെസിസ്റ്റർ എന്താ, ട്രാൻസിസ്റ്റർ, ഡയോഡ് എന്താന്ന് ഇങ്ങനെ ആദ്യം നോക്കി, അങ്ങനെ ഓരോന്ന് നോക്കി അങ്ങനെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് അറിയില്ല എന്ന് പറയാമല്ലോ, ഒറ്റ വാക്കിൽ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ചെയ്യാന്നുള്ള പോകാം. അപ്പോൾ അങ്ങനത്തെ ആളാണ് വേണ്ടത്. അപ്പം ബേസിക് അവിടെ നിന്ന് തുടങ്ങാമല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക്സിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് അതറിയാം, വോൾട്ടേജ് അറിയാം, മൾട്ടിമീറ്റർ ഉപയോഗിക്കുക, സോൾഡറിംഗ് ആണ് ഉപയോഗിക്കുക, അതൊക്കെ. പക്ഷേ ഇലക്ട്രോണിക്സിൻ്റെ കമ്പോണൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകുകയാണല്ലോ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഒഴുകുന്ന സ്ഥലം കണ്ടക്ടർ, നോൺ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, അതെന്താണെന്നറിയോ? എന്താണ്? ശരി, അപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. റോഡിൽ നമ്മൾ സാധാരണ റോഡിന് നമുക്ക് 2 or 3 ടൈപ്പ് പറയാം. ചെറിയ വീതി കുറഞ്ഞ റോഡ്, വീതി കൂടിയ നല്ല റോഡ്, അല്ലെങ്കിൽ മോശം റോഡ്, വളരെ മോശമായ, ഇങ്ങനെ ഒരു തരം തിരിക്കാം. ഇലക്ട്രോണിക്സിലല്ല, എല്ലാ സംഗതിയിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇലക്ട്രോണിക്സിന് ഒഴുകാൻ പറ്റുന്ന അതിൻ്റെ റോഡാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റലെല്ലാം കണ്ടക്ടർ ആയിരിക്കും. ചെമ്പ് അല്ലെ അലുമിനിയം, അതിനും റെസിസ്റ്റൻസ് വ്യത്യാസം വരും. എന്നുവെച്ചാൽ കിലോമീറ്റർ കണക്കിന് ഇപ്പോൾ KSEB വലിക്കുമ്പോൾ അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പോൾ കോപ്പറാണ് നല്ല കണ്ടക്ടർ. ഈ കണ്ടക്ടർ പിന്നെ നോൺ കണ്ടക്ടർ ഉണ്ട്, ബാഡ് കണ്ടക്ടർ. അതാണ് മരം, റബ്ബർ, കറണ്ട് തീരെ പാസ് ചെയ്യില്ല എന്ന് പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു സാധനമുണ്ട്, അതിന് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഡയോഡ്, ട്രാൻസിസ്റ്റർ ഇതൊക്കെ ഉണ്ടായി. അത് ജെർമേനിയം, സിലിക്കോൺ എന്നൊക്കെ പറയും, നമ്മൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ഒഴുകുമോ എന്ന് വെച്ചാൽ ഒഴുകും, പക്ഷേ ചില കണ്ടീഷൻസിനൊക്കെ അനുസരിച്ചേ ഒഴുകും. ഫ്രീ ആയിട്ട് അങ്ങ് പോവില്ല, പക്ഷേ വേണമെങ്കിൽ നമുക്ക് അതിൽ ഒഴുക്കാം. അതാണ് ഇത് ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആദ്യം നിർമ്മിച്ച ഒരു കമ്പോണൻ്റാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ്. അപ്പോൾ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണ് അറിയോ? ഒരു സൈഡിൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നമ്മൾ വൺ വേ ട്രാഫിക് എന്ന് പറയുന്ന മാതിരി ഒരു വശത്തേക്ക് മാത്രം കടത്തിവിടും. പിന്നെ ഈ കമ്പോണൻ്റൊക്കെ ഏതെടുത്താലും ഒരു സ്പെക്ക് അല്ലെങ്കിൽ ഡാറ്റ ഷീറ്റ് ഉണ്ടാവും എല്ലാ കമ്പോണൻറ്റും. അത് ഇലക്ട്രോണിക്സിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങിയാൽ അതിനൊരു ഡാറ്റ ഷീറ്റില്ലേ, എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടും, പിന്നെ അതുപോലെ എന്ത് ഇന്ധനമാണ് നിറയ്ക്കുന്നത്, അങ്ങനെ ഡാറ്റ ഷീറ്റ്. ഓരോ കമ്പോണൻറ്റിനും അത് എത്ര വോൾട്ട് താങ്ങും, അല്ല എത്ര ഫ്രീക്വൻസി കടത്തിവിടാം, എത്ര ആംബിയർ കൺസ്യൂം ചെയ്യുന്നുള്ള, അതാണ് ഈ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്ന സാധനം. എല്ലാത്തിനും ഉണ്ടാവും. കുറേയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബൈ ഹാർട്ടാവും. സംശയമുള്ളത് ഈ ഡാറ്റ ഷീറ്റ് വെച്ച് നോക്കുക, എങ്കിലല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഡയോഡിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് ഒഴുകുന്നു മനസ്സിലായി. അതിനും ഒരു വോൾട്ടേജും ഫ്രീക്വൻസിയും ഒക്കെ ഉണ്ട്. ചിലത് ഇത്ര കിലോ ഹെർട്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡയോഡ്, ഏറ്റവും കുറഞ്ഞത് 50 ഹെർട്സ് AC-യിലൊക്കെ വരുന്നത്, ക്വാളിറ്റി താഴെ ലെവലിലുള്ളത്. പിന്നെ ഹൈ ഫ്രീക്വൻസി ഒക്കെ വരുമ്പം സ്കോട്ട്കി ഡയോഡ് എന്നൊക്കെ പറയും. ഹൈ ഫ്രീക്വൻസിയിലേക്ക് അതിൻ്റെ ആവശ്യം വരും. അങ്ങനെ ഡയോഡ്. പിന്നെ ഈ ഒരു വശത്തേക്ക് ഒഴുകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇപ്പോൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ, ഒരു ബൾബിലേക്കോ എന്തിലേക്കും ഡയോഡ് വഴി കണക്ഷൻ കൊടുത്താൽ ബൾബ് വർക്ക് ചെയ്യും. അതിന് നിയന്ത്രണമൊന്നുമില്ല അവിടെ. നമ്മളീ കൊടുക്കുന്ന മൊത്തം ഒഴുകുകയാണ്. അതിന് നിയന്ത്രിക്കാൻ പറ്റില്ല നമുക്ക്. എന്താണോ കൊടുക്കുന്നത് അതങ്ങ് ഒഴുകും. ഈ ഡയോഡിൻ്റെ എത്ര കാലം ഉണ്ടാവും? ലെഗ് 2 അതിന് ഒരു കാലും കൂടെ ഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നടുക്കൊരു കാലും കൂടെ ഫിറ്റ് ചെയ്താൽ അതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ എന്താവും? ഈ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആദ്യം നിയന്ത്രണമില്ലായിരുന്നു. ഈ കാലം എന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ബേസ്. ഡയോഡിന് ആനോഡ്, കാത്തോഡ് എന്ന് 2 ഇതായിരുന്നു. അത് ഞാൻ വരച്ചിട്ടുള്ള പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇത് ആശയം പിടിയിട്ടുണ്ടേ, എങ്കിലേ നിങ്ങൾക്ക് പിന്നെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലുവൻസി കിട്ടും. അപ്പോൾ നടുക്കേക്ക് ഒരു കാലം കൂടി കൊടുത്തു, അതിന് ബേസ് എന്നൊരു പേരും കൊടുത്തു. ആനോഡിൻ്റെയും കാത്തോഡിൻ്റെയും പേര് മാറ്റി, ഒന്ന് കളക്ടറിനാക്കി, ഒന്ന് എമിറ്ററിനാക്കി. 3 കാലാണ് ഇതിനുണ്ടാവുക. അത് ഈ മോസ്ഫെറ്റ് ആവട്ടെ, അല്ല IGBT ആവട്ടെ, ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ്. ഒന്ന് അനിയനാണ്, ഒന്ന് ജ്യേഷ്ഠനാണ്, ഒന്ന് അതിൻ്റെ വലിയ ജ്യേഷ്ഠനാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിനനുസരിച്ച് ചെറിയ മില്ലി ആംബിയർ, മില്ലി വോൾട്ടിലൊക്കെ നമുക്ക് ഈ ചെറിയ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം. കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ എന്താവും? അത് മോസ്ഫെറ്റിലേക്ക് മാറും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബേസിക്കലി ഇതൊക്കെ ഒരു ഫാമിലിയാണിത്. അതും പോരാ, ഇനി 1000 വോൾട്ട് അല്ലെങ്കിൽ 10000 വോൾട്ട് ആ റേഞ്ചിലേക്ക് പോകണമെങ്കിൽ IGBTയിലേക്ക് പോയി. വർക്കിംഗ് ഒക്കെ സെയിമാണ്. അപ്പോൾ എന്തായി? നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെ നിയന്ത്രിക്കുന്നതാണ് അടുത്ത ചോദ്യം. നിയന്ത്രിക്കുന്നത് വേറെ ഒന്നുമില്ല, അതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജാണ് അതിനെ നിയന്ത്രിക്കുന്നത്. കുറച്ച് വോൾട്ടേജ് കൊടുത്താൽ കുറച്ച് കറണ്ട് ഒഴുകും,
കൂടിയ വോൾട്ട് കൊടുത്താൽ കൂടിയത് കൊടുക്കും. അത് എത്ര വരെ കൊടുക്കുക എന്നുള്ളതാണ് ഡാറ്റാ ഷീറ്റിൽ നോക്കുന്നത്. അതിൻ്റെ കലക്ടറിൽ എത്ര കൊടുക്കുക, എമിറ്റർ ടു കലക്ടർ, അങ്ങനെയല്ലേ നമ്മൾ മീറ്ററിൽ അളക്കുമ്പോൾ. അപ്പോൾ ട്രാൻസിസ്റ്റർ 30 വോൾട്ടാണെന്ന് വിചാരിച്ചോളൂ കപ്പാസിറ്റി. അപ്പോൾ ഗ്രൗണ്ട് ചെയ്തു, കലക്ടറിലേക്ക് എന്ത് കൊടുത്തു, 30 വോൾട്ട് നമ്മൾ കൊടുത്ത് ലോഡ് ചെയ്ത് വെച്ചു. ഇപ്പം അതിലെന്തെങ്കിലും സംഭവിക്കുക, കറണ്ട് ഒഴുകുമോ അതിലൂടെ? ഒഴുകില്ല. അതൊന്നും പറയുമല്ലോ 5 സാധാരണ ട്രാൻസിസ്റ്ററിന് 0.6 to 5 വോൾട്ട് വരെയാണ് വരുന്നത്. ഓരോന്നും മാറും, ഓരോ ട്രാൻസിസ്റ്ററും മാറും. മോസ്ഫെറ്റിനും അങ്ങനെ തന്നെ 12 വോൾട്ട് വരെയൊക്കെ കൊടുക്കുക, മാറിക്കൊണ്ടിരിക്കും. ബയാസിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2 പ്രശ്നം വരുന്നുണ്ട്. 2 ടൈപ്പ് വരുന്നുണ്ട്, NPN ഉം PNP. അതും രണ്ടും ഒന്നാണ്. നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന രീതി മാറുക എന്നുള്ളത്. ഇപ്പോൾ ഡയോഡിൽ ഒരു വശത്തേക്ക് കൊടുക്കുമ്പോൾ നെഗറ്റീവ് അല്ലേ വരുന്നത്, തിരിച്ചു കൊടുത്താൽ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നു. അത് തന്നെയാണ് NPN എന്ന് പറയുന്ന ഒരു വശത്തേക്ക് കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കുമ്പോൾ അത് PNP എന്ന് പറയുന്നു. PN അങ്ങനെ വരുന്നു. ഇനി NPNൻ്റെ ആദ്യം എടുക്കുക, ഒരു ട്രാൻസിസ്റ്റർ എടുക്കുക. NPN വെച്ചിട്ട് നമുക്കൊരു പരീക്ഷണം നടത്താമെന്നായിരിക്കാം. ഒരു ബൾബോ അല്ലെങ്കിൽ റിലെയോ 12 വോൾട്ട് എക്സാമ്പിൾ. 12 വോൾട്ടിൽ നമ്മൾ ആവശ്യം ഈ ബൾബിനൊന്ന് ഓൺ ചെയ്യണം. അപ്പം കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നു പറഞ്ഞാൽ എമിറ്റർ നേരിട്ട് നെഗറ്റീവിൽ കൊടുത്തു ഗ്രൗണ്ട്. ഇനി 2 ലെഗ് ഉള്ളത്, കളക്ടറിലേക്ക് നേരിട്ട് പോസിറ്റീവ് കൊടുക്കരുത്, ബൾബ് വഴി കൊടുക്കുന്നു സീരീസ് ചെയ്തിട്ട്. അപ്പോൾ ബൾബിന് 2 ലെഗ് അല്ലേ, ഒരു ലെഗ് അവിടെ കൊടുത്തു, 12 വോൾട്ട് പോസിറ്റീവ് കൊടുത്തു. ആ കോയിലിൻ്റെ അകത്തൂടെ കയറിയിട്ട് എവിടെ വന്നു, പുറത്തേക്ക് വരുന്നുണ്ട്. ആ വരുന്ന വോൾട്ടേജിന് എടുത്തിട്ട് എവിടെ കൊടുക്കും, ഈ കലക്ടറിൽ കൊടുത്തു. അപ്പോൾ ആ സർക്യൂട്ട് പിക്ചർ മനസ്സിലായില്ലേ? സർക്യൂട്ട് റിലേ ആണെങ്കിൽ റിലേ. ഇപ്പം ബൾബ് കത്തണമെങ്കിൽ അല്ലല്ല മറ്റേ കൊടുക്കും, മറ്റേ കൊടുത്താൽ വർക്ക് ചെയ്യില്ലല്ലോ. പോസിറ്റീവ് ബൾബിലേക്കേ കൊടുക്കൂ, ഇതിൽ കൊടുക്കുന്നില്ല ട്രാൻസിസ്റ്ററിൽ. എന്താണോ നിങ്ങളവിടെ കൊടുക്കുന്നത്, ഇതൊരു ടൈപ്പ് സർക്യൂട്ടാണ് പറയുന്നത്, പല ടൈപ്പും ഉണ്ട്. നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കിട്ടില്ലല്ലോ നമുക്ക്. അല്ല, ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടറിലേക്ക് പോസിറ്റീവാണ് കൊടുക്കേണ്ടത്, കൊടുക്കണം, 12 കിട്ടണം. പക്ഷെ അത് നമ്മളെ ലോഡ് വഴി വേണം കൊടുക്കാൻ. അതാണ് സീരീസ് കണക്ഷൻ. ആ ബൾബ് അഴിച്ച് മാറ്റിയാൽ ട്രാൻസിസ്റ്ററിൽ സപ്ലൈ ഇല്ല. അപ്പം ബൾബ് ഓൺ ആവണമെങ്കിൽ പോസിറ്റീവ് കിട്ടി, ഇനി എന്ത് വേണം, നെഗറ്റീവ് വേണം. പക്ഷെ നെഗറ്റീവ് അവിടെ ഇല്ല, കാരണം ഇവിടെ കലക്ടറിൽ കൊടുത്തു എന്നുള്ളൂ. കലക്ടർ ഇപ്പം പോസിറ്റീവ് കാണിക്കും, മീറ്ററുണ്ട്. ഇനി അതിലേക്ക് നെഗറ്റീവ് വരണമെങ്കിൽ അവിടെയാണ് ബേസിൽ വോൾട്ടേജ് കൊടുക്കുന്നത്. ആ ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ ബയാസിങ് വോൾട്ട് എന്നാണ് പറയുക. എന്താണ് ബയാസിങ് വോൾട്ടേജ്? അപ്പോൾ അത് 5 വരെ ആണെങ്കിൽ നമുക്ക് 5 തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റർ അങ്ങനെ എടുത്ത് 12 വോൾട്ട് അല്ലേ, കുറച്ചതിന് ശേഷം അതിനാണ് റെസിസ്റ്ററിൻ്റെ ആവശ്യം. ഇപ്പോൾ 12 നമ്മളെ കയ്യിലുള്ളൂ, അവിടെ 5 മതി. 5 അധികം കൊടുത്താൽ കേടുവരും ട്രാൻസിസ്റ്റർ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് റെസിസ്റ്റൻസ്. ഇങ്ങനെ പല സ്ഥലത്തും ഓരോ വോൾട്ടേജ് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കണമെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കുന്നത്. ചൂടാവുന്നത് അങ്ങനെയല്ല. ഒരു സാധനം എൻ്റെ കമ്പോണൻറ്റ് ചൂടാവണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അതിൻ്റെ പരിധി കവിഞ്ഞ് വരുമ്പോഴേ വരുന്നുള്ളൂ. ഇവിടെ പരിധിയിൽ കവിയാനൊന്നുമില്ല, കാരണം മില്ലി വോൾട്ടേ വരുന്നു ട്രാൻസിസ്റ്ററിലേക്ക്. അതിന് ഇവിടെ ഷോർട്ടൊന്നുമില്ല. ഇനി വലിച്ചെടുക്കാൻ ഷോർട്ടും ഉണ്ടെങ്കിൽ വെച്ച് ഈ ട്രാൻസിസ്റ്റർ തൊട്ടുകൊണ്ട് അതിൽ ആ പരമാവധി അത്രേ എടുക്കും. കാരണം ഡാറ്റാ ഷീറ്റിൽ മില്ലിയാംസിൻ്റെ സ്ഥാനത്തിലേക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതൊരു കമ്പി എടുത്ത് നെഗറ്റീവിലേക്ക് ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ചൂടാവും, കാരണം ഡയറക്റ്റ് റെസിസ്റ്ററിൽ ഓവർലോഡ് വരും. ഇതിലത് വരുന്നില്ല. അതാണല്ലോ ഡാറ്റാ ഷീറ്റ് വെച്ച് പഠിച്ചത്, ഇത്ര കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താവും, ആ എപ്പോഴാണ് നിങ്ങൾ ടച്ച് ചെയ്യുന്നത് ആ സ്പോട്ടിൽ തന്നെ ഈ നെഗറ്റീവ് ഇവിടെ മുകളിലെത്തും, കിട്ടും. ആ ബൾബ് ഓണായി. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുന്നു, എടുക്കുന്നു. അതിനെ സ്വിച്ചിങ് എന്ന് പറയാം, ശരിക്കും സ്വിച്ച്. ഇനി ഈ സ്വിച്ചിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ സെൻസറുകളും മൈക്രോ കൺട്രോളറും പലതും അല്ലേ വരും. അതൊക്കെ ഔട്ട്പുട്ട് മിക്കവാറും 2.7 അല്ലെങ്കിൽ 5 വോൾട്ട് ഈ റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ ആ വോൾട്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ സ്വിച്ചിങ് ചെയ്യണം. ഒരു സെൻസർ വർക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓണാവുണ്ടെങ്കിൽ ഈ 5 വോൾട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 30 വോൾട്ടോ അല്ലെങ്കിൽ 12 വോൾട്ടോ 60 വോൾട്ടോ. അതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഉപയോഗം. നോക്കൂ, ഇവിടെ 12 വോൾട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, DC 12 വോൾട്ട്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഗ്രൗണ്ടിലേക്കും പോസിറ്റീവ് റെയിലിലേക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ 12 വോൾട്ട് DC കാണിക്കണം. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ ഈ കൊടുത്തിരിക്കുന്ന ഒരു റിലേ ആണ്. റിലേ ആവാം അല്ലെങ്കിൽ ഒരു ബൾബ് ആവാം, 2 ടെർമിനൽ. ഈ 12 വോൾട്ട് ഒരറ്റം നമ്മൾ അതിൽ കോയിലിലേക്ക് കൊടുത്തു. ഇനി ഇവിടെ നെഗറ്റീവ് കിട്ടണം, ഇവിടെ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞു, മുകളിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ
നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു വയറെടുത്ത് നേരിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ അത് ഓണാവും. പക്ഷെ നമ്മൾ ആവശ്യം അതല്ല. നമ്മുടെ കയ്യിൽ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് 5 വോൾട്ട്, മൈക്രോ കൺട്രോളാവട്ടെ അല്ലെങ്കിൽ മറ്റ് സർക്യൂട്ട് ആവട്ടെ, എവിടെന്നെങ്കിൽ വരുന്ന 5 വോൾട്ട് മാത്രമേ നമ്മുടെ സ്റ്റോക്കുള്ളൂ. ആ വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇതിനെ സ്വിച്ചിങ് ചെയ്യിക്കാൻ. ഇവിടെ പോസിറ്റീവ് കിട്ടി, ഇവിടെ നെഗറ്റീവ് കിട്ടണം. ഇപ്പം നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബയാസിങ് ചെയ്യണം. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് 12 വോൾട്ട് ആവാം, 30 വോൾട്ട് ആവാം, 100 വോൾട്ട് ആവാം, പല ടൈപ്പ്. അത് നമ്മൾ ഏത് ട്രാൻസിസ്റ്ററാണോ തിരഞ്ഞെടുക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ ഞാൻ BC 547 ഒരു NPN ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. NPN എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 ലെഗാണ് വരുന്നത്. അതിലൊരു ലെഗിനെ എമിറ്റർ എന്ന് വിളിക്കുന്നു, പിന്നെ ഒന്നിനെ കളക്ടർ എന്ന് വിളിക്കുന്നു, ഒന്നിനെ ബേസ് എന്ന് വിളിക്കുന്നു. ഈ കളക്ടർ ടു എമിറ്ററാണ് സ്വിച്ചിങ് നടക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഇവിടെ എത്തണം. അതിനെന്ത് വേണം കണ്ടീഷൻ? ഈ ബേസിലേക്ക് അഥവാ ഒരു 5 വോൾട്ട് ബിലോ 0.6 to 5 വോൾട്ട് എപ്പോഴാണോ ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ കണക്ഷൻ കൊടുത്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊരു 1K റെസിസ്റ്റൻസ് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളൊരു കണക്ഷൻ എപ്പോൾ ജോയിൻ്റ് അടിക്കുന്നോ ആ സമയം തന്നെ ഉടൻ ഇവിടെ സ്വിച്ചിങ് ആവും, ഇത് ഓൺ ആവായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ 10K റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടറിലോട്ട് ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് കോയിൽ വഴി പോസിറ്റീവ് ഇവിടെ വന്ന് നിൽക്കുന്നു, ഇവിടെ നെഗറ്റീവ് ഇല്ല, എമിറ്ററിലാണ് നെഗറ്റീവ് വെക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു കണക്ഷൻ ഈ 10K ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോൺ കെയർ അവസ്ഥയാവും. കാരണം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാത്തൊരവസ്ഥ, അത് എറർ വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് NPN ആണെങ്കിൽ ഒരു 10K നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യാന്ന് പറയും. നെഗറ്റീവിലേക്ക് കൊടുത്ത് വെക്കുമ്പോൾ ഇതിന് വളരെ ചെറിയ ഒരളവിൽ ഇവിടെ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ ഒരിക്കലും എറർ വരില്ല. ഇതിന് PNP ആണെങ്കിൽ ഈ 10K നേരെ പോസിറ്റീവ് എന്നാണ് കൊടുക്കേണ്ടത്. ബയാസിങ്ങിന് നെഗറ്റീവ് യൂസ് ചെയ്യും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എപ്പോഴാണോ ഇവിടെ ഒരു 5 വോൾട്ടേജ് വരുന്നത് ആ സമയത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ റിലേക്ക് പകരം ഒരു ബൾബ് എടുത്താൽ മതി. കാറിൻ്റെയോ ബൈക്കിൻ്റെയോ 12 വോൾട്ടിൻ്റെ ബൾബ് എടുത്ത് കലക്ടറിലേക്ക് ഒരു വയർ കൊടുക്കുന്നു, ഒരു വയർ പോസിറ്റീവിൽ കൊടുക്കുന്നു. അപ്പം ബൾബ് ഓൺ ആവുന്നില്ല. എമിറ്റർ നേരിട്ട് ഗ്രൗണ്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ 10K റെസിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ ഒരു 1K എങ്ങാനും റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് എപ്പോഴാണ് നിങ്ങളിവിടെ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് ഇത് ഓൺ ആവും. ടച്ചിങ് ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യില്ല. ഇങ്ങനെയാണ് മിക്കവാറും നിരവധി സർക്യൂട്ടിലൊക്കെ ട്രാൻസിസ്റ്റർ സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്വിച്ചുകൾ സെൻസറിൽ നിന്ന് വരുന്നതാവാം, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ റീഡ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ സ്വിച്ചിങ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ഇതിൻ്റെ ആ സ്വിച്ചിങ് അവസ്ഥ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതിനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം.